നമസ്കാരം. 2023 ഈ വരുന്ന മാസം നവംബർ 20-ാം തീയതി ആവുമ്പോൾ മലയാളി എന്താ പറയുക നെഞ്ചോട് ചേർത്ത് പിടിച്ച മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് 44 വയസ്സാവും. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമുക്ക് മാമാട്ടിക്കുട്ടിയമ്മയാണ് ശാലിനി. ഇപ്പോൾ ജീവിത നൗക എന്ന് പറഞ്ഞ പടത്തിൽ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ മകള് മുതൽ തുടങ്ങിയാൽ ബാലതാരങ്ങളായി നമ്മളെ വശീകരിച്ച എത്രയോ പേരുണ്ടില്ലേ. മാസ്റ്റർ രഘു, ബേബി ശോഭന, ബേബി ശോഭ, പിന്നെ ബേബി സുമതി, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ട്. മാസ്റ്റർ രഘു ബാബുമോഹനിലൊക്കെ കാണിച്ച പ്രകടനം, അല്ലെങ്കിൽ രതീർവേദം അടക്കമുള്ള സിനിമകളിൽ ബേബി സുമതി, ഒരുപാട് ബാലതാരങ്ങൾ വന്നു. ഗീതു മോഹൻദാസ് ബാലതാരമായിരുന്നു 1 മുതൽ 0 വരെയും. ഒരുപാട് പേര് വന്നു. പക്ഷേ മലയാള സിനിമയിൽ ഒരു തരംഗം സൃഷ്ടിച്ച ബാലതാരമാരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ബേബി ശാലിനി തന്നെയാണ്. കാരണം മാമാട്ടിക്കുട്ടിയമ്മ, മാമാട്ടി എന്നല്ലാതെ അവളെ ആരും വിളിക്കില്ലായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ മലയാളി പ്രേക്ഷകർ എന്താ പറയുക ചേർത്ത് പിടിച്ച ബാലതാരമായിരുന്നു ബേബി ശാലിനി. ശാലിനിക്ക് ഇപ്പം 44 വയസ്സ്. ഈ വരുന്ന 20-ാം തീയതി ആവുമെന്ന് പറയുമ്പോൾ നവംബർ 20-ന് 40 വയസ്സാവും. 44 വയസ്സാവും. കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ വരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് SMB സ്കൂളിൻ്റെ ഓപ്പോസിറ്റിൽ ലൂസിയ സാജൻ എന്ന് എല്ലാവരും വിളിക്കുന്ന, അല്ലെങ്കിൽ നിർമ്മാതാവ് സാജ് പിക്ചേഴ്സിൻ്റെ ഉടമസ്ഥനായ ലൂസിയ സാജന് ഓറിയൻ്റൽ ഫൈനാൻസിങ് കമ്പനി എന്ന് പറഞ്ഞൊരു തരികിട കമ്പനി ഉണ്ടായിരുന്നു. ഒരുപാട് കോടിക്കണക്കിന് രൂപ പറ്റിച്ചുകൊണ്ട് പോയില്ലേ. ഒരു സുപ്രഭാതത്തിൽ പുള്ളി പാപ്പരാണെന്ന് പറഞ്ഞു. അങ്ങനെ ലൂസിയ സാജൻ്റെ ഓറിയൻ്റൽ ഫൈനാൻസിൻ്റെ തിരുവനന്തപുരത്തെ ശാഖ SMB സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാളിൻ്റെ ഒരു കാറിന് വേണമെങ്കിൽ കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഒരു വഴിക്കകത്താണ് ആ വീട്. അവിടെയാണ് എൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബേബി ശാലിനിയാണ്. നമ്മൾ പിന്നെ പഠിക്കാൻ പോകുമോ? SMB സ്കൂളിൻ്റെ ആ തിട്ടയിൽ കോൺക്രീറ്റ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കയറി നിൽക്കുകയാണ്. മണ്ണിട്ടാൽ താഴെ വീഴില്ല, അത്ര ജനം കൂടി കിടക്കുകയാണ് ആണും പെണ്ണുമായിട്ട്. അങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ ഒരു ബെൻസ് വെള്ളക്കാർ ഇങ്ങനെ ഒഴുകി വന്ന ആൾക്കൂട്ടത്തിനിടയിൽ പതുക്കെ വന്ന് നിന്നു. അതിൽ നിന്ന് വെള്ള ഉടുപ്പും വെള്ള പാൻറ്റും ആണ് ഇട്ടിരുന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാബു എന്ന് പറയുന്ന ശാലിനിയുടെ അച്ഛൻ നല്ല ഹൈറ്റുള്ള ആളാണ്, മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല ഹൈറ്റുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ തോളിലെടുത്തുകൊണ്ട് കാറിൽ നിന്നിങ്ങനെ ഫ്രെയിമിലേക്ക്, കാറിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ കൂടെ കാണത്തക്ക രീതിയിൽ ശാലിനിയും കൊണ്ട് വരുന്നു. ഈ ബേബി മാമാട്ടിക്കുട്ടിയമ്മ ഹെയർ സ്റ്റൈലിന് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ നെറ്റി വരെ വെട്ടിയിടുന്നത്. അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് സ്കൈ ബ്ലൂ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ശാലിനി കൂടി നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളെ നോക്കി ടാറ്റ പറഞ്ഞ വിഷ്വൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. കാരണം എങ്ങനെയാണെന്നറിയില്ല ഈ ബാബു ശാലിനി ഇങ്ങനെ പഠിപ്പിച്ചെടുത്തത്. കീ കൊടുക്കുന്നത് പോലെയാണ്. 3 വയസ്സ് 2 വയസ്സെന്നൊക്കെ പറയുന്നത് നല്ല ശാഠ്യമുള്ള പ്രായമാണ്. പക്ഷേ ശാലിനി തീർച്ചയായിട്ടും എന്താ പറയുക ജനത്തിനെ കയ്യിലെടുത്തോളൂ തന്നെയായിരുന്നു. കാരണം അച്ഛൻ എന്താണ് ഇങ്ങനെ ആ സൂത്രം ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെ ഈ 2 കുട്ടികളെ, ശാമിലി എന്ന് പറഞ്ഞാൽ ശാലിനിയുടെ അനിയത്തി ഇതുപോലെ ആയിരുന്നല്ലോ മാളൂട്ടിയിലൊക്കെ അഭിനയിച്ച്. തീർച്ചയായിട്ടും സമ്മതിക്കണം, ഈ 2 കുട്ടികളെ അദ്ദേഹം എങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഠിത്തു നോക്കുക, പാതി വഴിയിലിട്ട് സിനിമാക്കാരനാവാൻ തീരുമാനിക്കുകയും ഊഴം എന്ന് പറഞ്ഞൊരു സിനിമയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഊഴത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന വാസൻ ചേട്ടൻ പറഞ്ഞിട്ട് ശുപാർശയിൽ ജീവിതം ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനാണ് ഞാൻ ആദ്യമായിട്ട് സിനിമാ നഗരമായ മദുരാശി ചെന്നിറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 1000 ലൈറ്റ് എന്ന് പറഞ്ഞ 1000 ലൈറ്റുകളുള്ള ഒരു സ്ഥലമുണ്ട്, 1000 ലൈറ്റ്. അവിടെ ചെന്ന് വാസേട്ടൻ്റെ ഫ്ലാറ്റിൽ ചെല്ലണം. എനിക്ക് 1000 ലൈറ്റ് ആവില്ലോ അറിയാം. എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ 1000 ലൈറ്റിൽ കൃത്യമായിട്ട് ആ ഫ്ലാറ്റിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് വാസൻ ചേട്ടനും സംവിധായകനും കൂടി വയനാട്ടിൽ ലൊക്കേഷൻ കാണാൻ പോയിരിക്കുക സുൽത്താൻ ബത്തേരിയിൽ. എന്നോട് വാസൻ ചേട്ടൻ്റെ ഭാര്യ ചേച്ചി പറഞ്ഞു, ഒന്നും കാര്യമാക്കണ്ട, കോടമ്പക്കം അറിയാമോ? നമ്മൾ ഇല്ല, ആദ്യമായിട്ടാണ് മദ്രാസിലാണ്. കോടമ്പക്കം ബസ്സിൽ കയറി ഹോളിവുഡിൻ്റെ അവിടെ ഇറങ്ങണം. അപ്പം ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ മദ്രാസിൽ ഏറ്റവും വലിയ ആഹാരം കിട്ടുന്ന, നോൺ വെജിറ്റേറിയൻ കിട്ടുന്ന കോഴിക്കോട്ടുകാരൻ്റെ ഹോട്ടലാണ് ഹോളിവുഡ്. പായ എന്ന് പറഞ്ഞ അവിടെ ഒരു സാധനമുണ്ട്, മഞ്ഞ കളറിൽ ആടിൻ്റെ തല അതുപോലെ വച്ച് വേവിച്ചുണ്ടാക്കുന്നൊരു സാധനം. ഈ സിനിമാക്കാരൊക്കെ ചെന്നിരുന്ന് വലിച്ച് കടിച്ച് പറിച്ചൊക്കെ തിന്നോളം കാണാനത്. ഹോളിവുഡിൽ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം. ഹോളിവുഡിൻ്റെ മുന്നിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അടൂർബാസിയുടെ സഹോദരൻ ചന്ദ്രാജിയെ പരിചയപ്പെടുന്നത്. ചന്ദ്രാജി സ്ഥിരം വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒരു കടയുടെ നടയിൽ വരും.
ആ തയ്യൽക്കടയിലായിരുന്നു ശാലിനിയുടെ അച്ഛൻ ബാബു ജോലി ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വടപളനിയിൽ ബസ്സിലെന്തോ കയറി ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് കോളനിക്ക് അടുത്ത് ഇറങ്ങി വീട് കണ്ടുപിടിച്ച് ഞാൻ അവിടെ അതൊക്കെ ഇപ്പോൾ ആലോചിച്ചാൽ എനിക്ക് പേടിയാവും ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന്. കാരണം ആദ്യമായിട്ട് ചെല്ലുകയാണ് മദ്രാസിൽ. അവിടുന്ന് ഇത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്ന് എനിക്ക് താമസിക്കാനുള്ള സിനിമാ നിർമ്മാതാവ് എടുത്തിട്ടിരിക്കുന്ന വാടക വീട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല. അന്ന് ചെറുപ്പമായതുകൊണ്ട് ആ ത്രില്ലിൽ പോയതാണ്. അങ്ങനെ അവിടെ സിനിമയുടെ പാട്ട് കമ്പോസിങ് നടക്കുന്നു, ചർച്ചകൾ പലതും നടക്കുന്നു, ചാർട്ടിങ് നടക്കുന്നു. മൂന്നാമത്തെ നാലാമത്തെ ദിവസമായപ്പോൾ വാസൻ ചേട്ടന് സംവിധായകനും വന്നു. അങ്ങനെയാണ് UV രവീന്ദ്രൻ എന്ന് പറഞ്ഞ സംവിധായകനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ അവിടെ താമസമായി 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ രാവിലെ നമ്മൾ അവിടുന്ന് എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ അപ്പുറത്ത് പോയി ശരവണ ഭവൻ എന്ന് പറഞ്ഞാൽ ഈ ഹോളിവുഡ് ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത് ശരവണ ഭവൻ എന്ന് പറഞ്ഞൊരു വെയിറ്റേറിയ ഹോട്ടലുണ്ട്. നമ്മൾ വെയിറ്റേറിയല്ലേ, രാവിലെ അവിടെ പോയി നല്ല ഇഡ്ഡലിയും പൊങ്കലും സാമ്പാറും ഒക്കെ കിട്ടും. അങ്ങനെ അത് കഴിക്കാൻ നടന്നു പോയാണ് കഴിക്കാറ്. അങ്ങനെ എന്താ പറയുക, റോഡ് ഭയങ്കര തിരക്കാണ് രാവിലെ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ സ്കൂളുണ്ട്, ഫാത്തിമ മെട്രിക്കുലേഷൻ ഹൈ സ്കൂൾ എന്ന് പറഞ്ഞൊരു വലിയ കോൺവെൻറ്റ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് രാവിലെ കുട്ടികളെ കൊണ്ടാക്കാനായിട്ടുള്ള ഭയങ്കര തിരക്കാണ്. കാറുകളും ആട്ടോയും സ്കൂട്ടറും ബൈക്കും എല്ലാം കൂടെ ആ കൊച്ചു റോഡല്ലേ, ഡയറക്ടർ സുനിലിൻ്റെ ആ റോഡ് ഒരു 9 മണി വരെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞാനൊരു ദിവസം ശരവണ ഭവനിൽ കാപ്പി കുടിക്കാനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു അംബാസഡർ കാർ വന്നു ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ, ഫാത്തിമ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ ചുമ്മാ വെറുതെ കാഷ്വലായിട്ട് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ആ കാർ ഓടിക്കുന്ന ഡ്രൈവർ മാമാട്ടിക്കുട്ടിയമ്മയെ എടുത്തുകൊണ്ട് SMV സ്കൂളിൻ്റെ മുന്നിൽ വന്ന ആളാണല്ലോ എന്ന് തോന്നി. ഞാൻ ഒന്ന് കിടുങ്ങി പെട്ടെന്ന്, ഇത് ആ ബാബു ഇല്ലേ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ കാർ നിർത്തിയിട്ട്, കാർ ഇങ്ങനെ ഒതുക്കിയൊന്നുമല്ല നിർത്തുന്നത്, സ്കൂൾ 1 മിനിറ്റല്ലേ ആവശ്യമുള്ളൂ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ നിർത്തുന്നു, അദ്ദേഹം ചാടി ഇറങ്ങുന്നു. അപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇട്ടിരിക്കുന്ന വെള്ള ഉടുപ്പും വെള്ള പാൻറ്റുമാണ്. ഇനി സ്ഥിരം ബാബുവിൻ്റെ വേഷം അതാണോ എന്ന് എനിക്കറിയില്ല. അയാൾ ഇറങ്ങി അപ്പുറത്തൂടെ വന്ന് ഡോർ തുറന്നു. ഞാൻ നോക്കുമ്പോൾ ക്രീം കളറിലുള്ള ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ സ്കൈ ബ്ലൂ ഉള്ള അതിൻ്റെ പുറത്തുള്ള കോട്ടൊക്കെ ഇട്ട് ബേബി ശാലിനി ഇറങ്ങുകയാണ് ബാഗൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ. ഈ ഫാത്തിമ സ്കൂളിലാണ് ബേബി ശാലിനി പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയമായി. കാരണം ഞാൻ കൊതിയോടെ കാണാനിരുന്ന കുട്ടി. പക്ഷേ അവൾ ഗേറ്റ് തുറന്ന് വാച്ചറകത്തേക്ക് കയറ്റി വിടുമ്പോൾ വലിയ ജയിലിലെ ഗേറ്റ് പോലെയാണ്. അയാൾ തുറന്ന് ഈ കുട്ടി അകത്തോട്ട് കഴിഞ്ഞാൽ അപ്പം അടയ്ക്കും. ഇയാളൊന്നും സംഭവിക്കാത്തല്ലോ, ഇപ്പുറത്തോടെ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓടിച്ചങ്ങ് പോകുന്നു. ഞാനത് പിന്നെ ഒരു ശീലമാക്കി മാറ്റി. ആ പടത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു 10-40 ദിവസം ഈ പറഞ്ഞ ഫാത്തിമ മെട്രിക്കുലേഷൻ സ്കൂളിൻ്റെ എതിർവശത്ത് ഞാൻ വീട്ടിൽ താമസിച്ച അത്രയും ദിവസവും രാവിലെ ആകുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അവിടെ പോയി ഇത് ശാലിനിയെ കാണാനെന്നുള്ള രീതിയിലല്ല, കറങ്ങി നിൽക്കുമ്പോൾ ഈ കാർ വരുമ്പോൾ എൻ്റെ ഒരു സന്തോഷം. അവളിറങ്ങി കുണുങ്ങി പോകണമെന്ന് കാണാൻ എന്തൊരു സ്മാർട്ടെന്നറിയാം, ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറി പോകണമെന്ന് കാണാൻ. അതുപോലെ ഇദ്ദേഹം ഇങ്ങനെ കയ്യെ കാണിച്ചിട്ട് കാറെടുത്ത് പോകും. പിന്നെ ഞാൻ വൈകുന്നേരം ആ വരവ് തിരിച്ച് സ്കൂളിൽ നിന്ന് പോകുന്നത് കാണാൻ നിൽക്കും. മുഖത്ത് ഒരു വാട്ടവുമില്ല. വൈകുന്നേരം വരെ പഠിച്ചിട്ട് പോകുമ്പോഴും ആ രാവിലെ കണ്ട അതേ സ്മാർട്ടായിട്ട് തന്നെയാണ് വന്ന് കാറിൽ കയറി പോകുന്നത്. ഞാനെങ്ങനെ ഒരുപാട് എനിക്ക് കൊതി തീരുന്നത് വരെ മാമാട്ടിയെ ഞാൻ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷമുള്ളൊരു കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല സ്മാർട്ടാണ് ബാബു. സ്മാർട്ടായ ബാബുവിൻ്റെ മകളായതായിരിക്കണം മാമാട്ടിക്കുട്ടിയമ്മ ഇത്രയും സ്മാർട്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും അയാളെ ഒരു തണുപ്പും പ്രകൃതിയിൽ കാണാനേ പറ്റില്ല. ഭയങ്കര ഫാസ്റ്റാണ് എല്ലാ കാര്യത്തിലും. അത് ഞാൻ ഇനി പറയുന്ന കഥകളും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സ്മാർട്ടായി ജീവിക്കുന്ന, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഭംഗിയായിട്ട് ജീവിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു. 3 വയസ്സുള്ളൊരു കുട്ടിക്ക് ഓരോ ചലനവും നോട്ടവും തെറ്റാതെ ഡയലോഗ് പറയാനുള്ള കഴിവും. അവൾ തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ട് മലയാളം അറിയുമെന്നുണ്ട്. പക്ഷേ മണി പോലെ അവൾ മലയാളം പറയും. ബാബുവിനെ പോലൊരു അച്ഛൻ ഉണ്ടായതാവണം ശാലിനിയുടെ വിജയം. അതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശാലിനിയെ പോലൊരു കുട്ടി, അല്ലെങ്കിൽ ശ്യാമിലിയെ പോലെ 2 പെൺകുട്ടികൾ, ഇവർ 2 പേർക്കും മുകളിലൊരു ആൺകുട്ടിയുണ്ട്, റിച്ചാർഡ് എന്നുണ്ട്. റിച്ചാർഡ് വിചാരിച്ച പോലെ സിനിമയിൽ ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ ഈ 2 പെൺകുട്ടികളും കൂടി ബാബുവിനെ എന്താ പറയുക നന്നായിട്ട് ഒരു കോടീശ്വരനായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ബാബുവിന് ആ കുട്ടികളോടും കുട്ടികൾക്ക് അച്ഛൻ ആ ബാബുവിനെ പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശാലിനിയുടെ അമ്മയെ പോലെ ഒരാളായിരുന്നെങ്കിൽ രക്ഷയില്ല. കാരണം ശാലിനിയുടെ അമ്മ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോലും പോയിട്ടില്ല. അവർക്ക് അതിനുള്ള മിടുക്കൊന്നുമില്ല. പാവം ഒരു വീട്ടിലൊതുങ്ങി ജീവിച്ച ഒരു സ്ത്രീയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബാലുമഹേന്ദ്ര സംവിധാനം ചെയ്ത 3-ാം പിറ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സിൽക്ക് സ്മിതയും കമലഹാസനും കൂടെ അല്പവസ്ത്രങ്ങൾ മാത്രം ധരിച്ചിട്ട് ചെയ്യുന്ന ഒരു ഡാൻസ് ഉണ്ട്. പൊന്മേനി ഉരുഹിതേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ്.
ഈ പാട്ടിൻ്റെ അതേ ഡ്രസ്സ് ഇട്ടിട്ട് മണിയമ്പിള്ള രാജുവും ബേബി ശാലിനിയും കൂടി ഒന്നാണ് നമ്മളെന്ന് പറഞ്ഞ പി ജി വിശ്വൻ്റെ പടത്തിലൊരു ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലെ 2 പടത്തിൽ സ്റ്റില്ല് ഇതിലിടാം. കമൽഹാസന് സിൽക്ക് സ്മിത എങ്ങനെ ചെയ്തോ അതിൻ്റെ 100 മടങ്ങ് ബെറ്ററായിട്ടാണ് സിൽക്ക് സ്മിതയ്ക്ക് വരെ ഈ 3 വയസ്സുള്ള ശാലിനി ആ ഡാൻസ് ചെയ്തിരിക്കുന്നത്. കുപ്പിണി പട്ടാളം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഒന്നാണ് നമ്മളുടെ വിജയത്തിൽ ഒരു പങ്ക് മണിയമ്പിള്ളയും ശാലിനിയായിട്ടുള്ള ഈ ഡാൻസിന് കിട്ടിയെന്ന് പറയാം. കാരണം ഈ 3 വയസ്സുള്ള കുട്ടി എങ്ങനെ ആ സിൽക്ക് സ്മിതയും അന്ന് VCR ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം, VCR ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടി വിയിലിട്ട് കാണിച്ചു കൊടുത്തിരിക്കാം കമൽഹാസനും സിൽക്ക് സ്മിതയും ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്, ഇതുപോലെയാണോ സ്റ്റെപ്പ് ചെയ്യാനെന്നൊക്കെ ഈ 3 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് മണിയമ്പിള്ള രാജുവായിട്ട് അവൾ അതേ ഡ്രസ്സ് ഇട്ട് ഡാൻസ് ചെയ്യണമെന്ന് കാണാം. മണിയമ്പിള്ള കമൽഹാസനായിട്ട്, ശാലിനി സിൽക്ക് സ്മിതയായിട്ട്. അതുപോലെ ശിവകുമാരൻ തമ്പി സാർ ചെയ്ത അമ്മേ ഭഗവതി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ദുർഗയുടെ വേഷമാണ് ശാലിനി ചെയ്യുന്നത്. അതിലൊരു സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ നിഴൽക്കണ്ണാടി ചെയ്യുമ്പോൾ അതിലൊരു മുഖ്യ കഥാപാത്രം മൂർഖം പാമ്പാണ്. മൂർഖം പാമ്പിനെ കണ്ണൂരിൽ നിന്ന് ഒരാളാണ് കൊണ്ടുവരുന്നത്. ബാബ സുരേഷിൻ്റെ വീട്ടിൽ ചെന്ന് എടുത്തിട്ടൊരു 5-6 ഇത്ര വലിപ്പമുള്ള പൈപ്പിനകത്താണ് ഹോളൊക്കെ ഇട്ട പൈപ്പ്. അതിനകത്ത് കിടന്ന് അത് ഈ മറ്റേ ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഭയങ്കര ശബ്ദമാണ് അതിനകത്ത് ദേഷ്യം വന്ന് ശ്വാസം വിടുന്നത്. ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് ഈ കണ്ണൂരുകാരൻ കൂളായിട്ട് അതിനിങ്ങെടുക്കും. ഞാൻ നോക്കുമ്പോൾ ഈ മൂർഖം പാമ്പിന് യാതൊരു വിലയുമില്ലാന്ന് തോന്നിയത് എൻ്റെ മകനടക്കം, അന്ന് 10ാം ക്ലാസ്സിലെന്തോ പഠിക്കുകയാണ്, എൻ്റെ മകനടക്കം ഈ മൂർഖനെയും കൊണ്ട് നടക്കണം. പക്ഷേ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല, എനിക്ക് പേടിയാണ് ഇതിനെ. പാവമാണ് എങ്കിൽ പോലും എനിക്കെന്തോ പാമ്പുകളെ ഭയങ്കര പേടിയാണ്. ഈ അമ്മേ ഭഗവതി എന്ന് പറഞ്ഞ സിനിമയിൽ ദുർഗയായി മനുഷ്യരൂപം കൊണ്ട് കിടക്കുന്ന ദുർഗ, ഈ കുട്ടി ഷൂട്ടിംഗ് നീണ്ടു പോയി രാത്രി വൈകിയപ്പോൾ 3 വയസ്സല്ലേ ഉള്ളൂ, കൊച്ചു ഉറങ്ങിപ്പോയി. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരോ ചെന്ന് ബാബുവിനോട് പറഞ്ഞു ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുട്ടിയെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഒരു മൂർഖം പാമ്പ് എഴഞ്ഞ് ബേബി ശാലിനിയുടെ പുറത്തൂടെ കയറി നെഞ്ചിലിരുന്ന് പത്തി വിടർത്തി നിൽക്കണം. അലച്ചു നോക്കി. ആ ബാബുവിനെ അവിടെയൊക്കെയാണ് നമ്മൾ സമ്മതിക്കാൻ. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കെല്ലാം വിശ്വാസമാണെങ്കിൽ എനിക്കെന്താ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ക്യാമറ സ്റ്റാർട്ട് ചെയ്തു, പാമ്പിനെ പതുക്കെ വിട്ടു. ശാലിനി ഉറങ്ങുകയാണല്ലോ. പാമ്പ് ഇങ്ങനെ കയറി നെഞ്ചിൽ വന്ന് ഇങ്ങനെ വരുമ്പോൾ ചുവന്ന ഒരു കർച്ചീഫ് വെച്ചാണ് ഇവന്മാർ ഈ പാമ്പിനെ പത്തി വിടർത്തിക്കണേ. അത് എൻ്റെ സീരിയൽ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു ക്യാമറയുടെ പുറകെ വന്നിട്ട് ഈ ചുവന്ന തുണി വെച്ച് വല്ലാത്തൊരു സ്പീഡിൽ ഇങ്ങനെ ആക്കും. അപ്പോഴാണ് ഇങ്ങനെ കുത്താൻ വരണത്. അതുപോലെ ഇതിലും കാണിച്ചു തോന്നും. കാണിച്ച് ഇതിങ്ങനെ പത്തി വിടർത്ത് നിൽക്കുമ്പോൾ ശാലിനിയുടെ കാലിലെന്തോ ചുരണ്ടിയിട്ട് ഉണർത്തുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നെഞ്ചിൻ്റെ പുറത്ത് പാമ്പ് വയ്ക്കുമ്പോൾ അയ്യോ എന്ന് വിളിക്കില്ലേ? ആ കുട്ടി മൂർഖൻ പത്തി വിടർത്തിയിരിക്കുന്ന മൂർഖനെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ കാസറ്റ് യൂട്യൂബിൽ നോക്കി അറിയാം. അമ്മേ ഭഗവതി എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടു നോക്കും. ബേബി ശാലിനി പത്തി വിരിച്ച് നിൽക്കുന്ന മൂർഖൻ്റെ തൻ്റെ നെഞ്ചിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, അല്ല ദൂരെയല്ല നിൽക്കണേ, നെഞ്ചിൻ്റെ പുറത്ത് പത്തി വിടർത്ത് നിൽക്കുന്ന മൂർഖനെ നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഷോട്ട് കാണാം. അസാമാന്യമായ എന്താ പറയുക പ്രതിഭ തന്നെയായിരുന്നു ബേബി ശാലിനി. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഏത് നോക്കിയാൽ. ഒരു കാലത്ത് മലയാള സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്ടി, കുട്ടി, മമ്മൂട്ടി എന്നായിരുന്നല്ലോ. അല്ലെങ്കിൽ വേണമെങ്കിൽ കാറൊന്നും കൂടെ ചേർക്കാം. പെട്ടിയും കാറും മമ്മൂട്ടിയും ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ പടം 150 ദിവസമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്തായാലും മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിലൂടെ ബേബി ശാലിനി മലയാള സിനിമയിലെ തരംഗമായി, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ തരംഗമായി. മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് മുമ്പ് ബേബി ശാലിനി ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിരുന്നു, പിന്നെ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ പടമുണ്ടാക്കിയ ഒരു ഓളവും ഈ 2 തെലുങ്കോ തമിഴോ സിനിമ ഉണ്ടാക്കിയില്ല. 1983 ജൂലൈ 8 റിലീസായ റമീസ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഒരു ഹോട്ടലുണ്ട്, റമീസിൻ്റെ ഉടമസ്ഥൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പത്രപ്രവർത്തന രംഗത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന VS നായർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു പടം നസീർ സാറിനെ വെച്ച് സംവിധാനം ചെയ്തു. ആദ്യത്തെ അനുരാഗം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ ബേബി ശാലിനി ആദ്യമായിട്ട് നിന്ന സിനിമ ഈ പറഞ്ഞ ആദ്യത്തെ അനുരാഗമാണ്. പക്ഷെ പടം ഓടിയൊന്നുമില്ല, ചർച്ച ചെയ്യപ്പെട്ടുമില്ല. പിന്നെ അതിലെ അമ്പിയുടെ ഇടുപ്പിലിരിക്കുന്നു എന്നുള്ളതല്ലാതെ ശാലിനിക്ക് പ്രാധാന്യമില്ലായിരുന്നു. നമ്മൾ പറയുമ്പോൾ തെലുങ്ക് പടം പറയും, തമിഴ് പടം പറയും, അല്ലെങ്കിൽ മാമാട്ടിക്കുട്ടിയമ്മ പറയും. പക്ഷേ ആദ്യത്തെ അനുരാഗം എന്ന് പറഞ്ഞാൽ VS നായരുടെ സിനിമയിലാണ് ശാലിനി ആദ്യമായിട്ട് അഭിനയിച്ചത്. 1982 ആ സിനിമ ചിത്രീകരിച്ചത്. കഷ്ടിച്ച് 3 വയസ്സുകാരിയാണെന്ന്
VS നായരും നിർമ്മാതാവ് ഷെരീഫും എന്താ പറയുക, അവരൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ശാലിനിയെക്കുറിച്ച്. കാരണം പിന്നെ അദ്ദേഹം എന്തെങ്കിലും സിനിമ ചെയ്തോ എന്ന് എനിക്കറിയില്ല. ആ സിനിമ നടക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ VS നായർ കൊല്ലത്തുകാരനാണ്, റമീസിൻ്റെ ഉടമ ഈ സിനിമയുടെ നിർമ്മാതാവ് കൊല്ലത്തുകാരനാണ്, ശാലിനിയുടെ അച്ഛൻ ബാബുവും കൊല്ലത്തുകാരനാണ്. അങ്ങനെ ആകണം ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ 1983 ഒക്ടോബർ 7 റിലീസ് ചെയ്തത്. ഇതേപ്പറ്റി പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായിരുന്നല്ലോ തച്ചോളി അമ്പു. തച്ചോളി അമ്പു പ്രൊഡ്യൂസ് ചെയ്തത് നവോദയയാണ്, അപ്പച്ചനാണ്. തച്ചോളി അമ്പു വലിയ ചരിത്രം സൃഷ്ടിച്ച വിജയമായി. അതിൻ്റെ എന്താ പറയുക, കണക്ക് കൊടുക്കുമ്പോൾ എഴുത്തള്ളാനായിട്ടാണ് നവോദയ ഈ അപ്പച്ചൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ഫാസിലിനെ കൊണ്ട് പുതിയ ആളുകളെയൊക്കെ വെച്ചൊരു പടം ചെയ്യാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എത്ര സത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തച്ചോളി അമ്പുവിൽ കിട്ടിയ കാശിൽ നിന്ന് കുറേ കാശ് ആ പടത്തിന് വേണ്ടി എഴുത്തള്ളാമല്ലോ. അങ്ങനെ ഫാസിലിനെ കൊണ്ട് ചെയ്യിച്ച നവാഗതരെ വെച്ച് ചെയ്ത പടമായിരുന്നു മഞ്ഞിലുരിഞ്ഞ പൂക്കൾക്ക്.